ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സൂചിപ്പിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ സുപ്രധാനമായ ഘടകങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ദിനം എന്നതാണ് ഈ റിപ്പബ്ലിക് ഡേയുടെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു സ്മരണീയമായ വിഷയം. നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എത്രമേൽ മഹോന്നതമായ സംഗതിയാണ് എന്ന് നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ ഈ രാജ്യത്തിന്റെ നിവാസികൾ ഭരണീയർ എന്ന നിലയിൽ നിന്ന് പൗരന്മാർ എന്ന ഉന്നതമായ ശീർഷകത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ദിവസമാണ് ഈ റിപ്പബ്ലിക് ഡേ എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നാം വീണ്ടും 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 അടിച്ചമർത്തപ്പെടേണ്ടവരല്ല. ഇവിടെ ഏതെങ്കിലും ഒരു രാജാവിന്റെയോ ഒരു കുടുംബത്തിന്റെയോ ഭരണം നിലനിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ മുതൽ ഉള്ളത്. നേരെ മറിച്ച് ഇന്ത്യയുടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, ജനങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ ധരിക്കുന്നത്. കേവലം 5 വർഷത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല ജനാധിപത്യം എന്നത്. നേരെ മറിച്ച് ജനാധിപത്യം എന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തിന്റെ ഭരണ പ്രവർത്തനങ്ങളിൽ ഓരോന്നിനും കൃത്യമായി ഇടപെട്ടുകൊണ്ട്, വിയോജിക്കേണ്ടതിൽ കൃത്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, ചോദ്യം ചെയ്യേണ്ടതിനെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ഭരണ സംവിധാന ഭരണകൂടം ഇവിടെ നിലവിൽ കൊണ്ടുവരാനുള്ള കൃത്യമായ അവകാശമാണ് എന്ന് നാം തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. റിപ്പബ്ലിക് എന്നത് തന്നെ ഒരു ജനക്ഷേമ രാഷ്ട്രം എന്നാണ്, ഒരു ജനാധിപത്യ ഭരണം എന്നാണ് അതിന്റെ അർത്ഥം തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ ഏറ്റവും അധികം ശ്രദ്ധേയമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം എന്ന അർത്ഥത്തിൽ ഈ റിപ്പബ്ലിക് ഡേക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ മനുഷ്യന്മാരുടെയും അഭിമാനമാണ്. മതങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും, ഭാഷകൾ വ്യത്യസ്തമാകുമ്പോഴും, ദേശങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും, ജാതികൾ വ്യത്യസ്തമാകുമ്പോഴും, ആശയങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും ഇവിടെ ഓരോ പൗരനും അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കൃത്യമായി അടിയുറച്ചു നിൽക്കാനും, അവൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും, ആ മതത്തെ കൃത്യമായി പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് പുരോഗതികൾ കഴിഞ്ഞ ദശകങ്ങളിൽ കൈവന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ മേഖലകളിലെല്ലാം വേഗതയിലുള്ള കുതിപ്പുകൾ ഇന്ത്യ സാധ്യമാക്കിയിട്ടുണ്ട്. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അഭിമാനമുള്ള ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ കഴിഞ്ഞകാല പൈതൃകങ്ങളൊക്കെ തട്ടി തകർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് പുതുതായി കടന്നു വരുന്നു എന്ന ഖേദകരമായ കാര്യം നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. നീതി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സ്വാതന്ത്ര്യം ധ്വംസിക്കപ്പെടുമ്പോൾ, അതുപോലെ സമത്വവും സാഹോദര്യത്തിലും ഉന്നമേൽപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പൗരാവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്, നമ്മുടെ മുന്നിലുള്ള ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠനം നടത്തി അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വിദ്യാർത്ഥികളായ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ നിയമപുസ്തകം എന്താണ്, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നീതി ഒരു പറഞ്ഞ വാക്കല്ല, നേരെ മറിച്ച് അത് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ അവകാശമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ നീതി പല മേഖലകളിലും ഇന്ന് ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നീതി നിഷേധിക്കപ്പെടുന്നതിന്റെ നേർചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്നത്, സമത്വം എന്നത്, സാഹോദര്യം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഏറ്റവും അധികം മേന്മ നൽകുന്ന വിധത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയെടുപ്പുള്ള ഒരു ലിഖിത ഭരണഘടന എന്ന തരത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഔദ്യോഗിക ഭരണഘടനയായി നിലനിൽക്കുമ്പോൾ സ്വാതന്ത്ര്യം ധ്വംസിക്കപ്പെടുന്നില്ലേ?
നീതി നിഷേധിക്കപ്പെടുന്നില്ലേ, സമത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നില്ലേ, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നില്ലേ, സാഹോദര്യങ്ങൾക്ക് മേൽ കത്തിവെക്കപ്പെടുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൗരനും താൻ ഉദ്ദേശിക്കുന്ന തനിക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമാകാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മതവിഭാഗത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അവർ ഒരൊറ്റക്കണ്ണോടുകൂടി ഏകതയോടുകൂടി കാണുന്ന ഒരു ഭരണ സംവിധാനമാകണം ഇന്ത്യക്കുണ്ടാകേണ്ടത് എന്ന് ഇന്ത്യൻ ഭരണഘടന വായിച്ചു നോക്കുന്ന ഏതൊരു മനുഷ്യനും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.